ഹായ് ഓൾ, അസ്സലാമു അലൈക്കും, വെൽക്കം ബാക്ക്. അപ്പോൾ ഇതിൽ നല്ലൊരു ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പി ആയിട്ടിക്കറവ നിങ്ങളുടെ ഷെയർ ആക്കറേ. ഇതിൽ ഒന്ന് തിന്നെങ്കിൽ മൈ നല്ല ബയർ ഫില്ലായിട്ട് നിങ്ങൾക്ക് കിട്ടുക. അപ്പോൾ ഇത് നിങ്ങൾക്ക് മക്കൾക്ക് ലഞ്ച് ബോക്സുമായിട്ട് കൊടുക്കുക, ബ്രേക്ക്ഫാസ്റ്റാണ് അല്ലെങ്കിൽ ഈവനിങ് സ്നാക്സ് ആയിട്ടും നിങ്ങൾക്ക് യൂസ് ആക്കുക. അപ്പോൾ ഇത് ನಾನು ಹೆಲ್ದಿ ಆಯ್ತು ಹಾಕಿಕೊಂಡಿದ್ದು ಉಡನಾಡಲೆ ಪನ್ನೀರ್ ಐತಿಕ್ರೆ ಯೂಸ್ ಹಾಕಿಟ್ಟು ಕೊಡ್ಕೊರೆ. ನಿಂಗೆ ಪನ್ನೀರ್ ಬದಲು ಚಿಕನ್ ಇಟ್ಟು ಯೂಸ್ ಹಾಕಿಟ್ಟು ಕೊಡ್ಕ. അപ്പോൾ പനീർ ഒന്ന് ബൗളിലിട്ട് സൈഡിൽ വെച്ചിട്ട് ഇതൊക്കെ യൂസ് ആക്കുകൊണ്ടല്ലേ ഈ ഒരു ഫ്രൈയിങ് പാൻ ഉണ്ടല്ലേ ഞാൻ എത്ര ಐತಿಕ್ರೆ. ಇದು ವಿತ್ ಲಿಡ್ ನಾನ್ ಸ್ಟಿಕ್ ಸಿರಾಮಿಕ್ ಕೋಟೆಡ್ ಪ್ಯಾನ್ ಇದು. അപ്പോൾ ഞാനിത് ನನ್ನ ಓಲ್ಡ್ ಸಬ್ಸ್ಕ್ರೈಬರ್ಸ್ ಗೊಂತಿಕ್ಕು ಇದುಂಡಲೆ ഒരു 2 years ಮೇಲೆ ಐತೆ ನಾನು ಯೂಸ್ ಹಾಕೋ ಸ್ಟಾರ್ಟ್ ಆಕಿತ್ತು. ನಿಂಗೆ ಆರ್ಗಂಗೆ ಆನ್ಲೈನಲ್ಲಿ ಪರ್ಚೇಸ್ ಹಾಕೋ ಇಂತ ಟೈಂಗೆ ಇದ್ರ ಲಿಂಕ್ ನಾನು ಎಂದಾಯಂಗೂ ಟ್ಯಾಗ್ ಹಾಕಿಟ್ಟು ಕೊಡ್ತಿಕ್ರೆ ಡಿಸ್ಕ್ರಿಪ್ಷನ್ ಬಾಕ್ಸ್ ನಿಂಗೆ ಚೆಕ್ ಹಾಕಿ ಟೈಂಗೆ ಐತೆ. അപ്പോൾ ഈ റെസിപ്പിക്ക് പോയി ഞങ്ങൾ അപ്പോൾ പാനിൽ ഞാൻ ഓയിൽ ബീത്തി കൊടുത്തേ. അതിൽ പിന്നെ ഒരു സ്പൈസി മസാല പൗഡറും അതിൽ പിന്നെ ടർമറിക് പൗഡർ മഞ്ഞളുടെ പൊടി ഇട്ടിട്ട് നല്ല പോലെ ഒന്ന് മിക്സ് ആക്കിയിട്ട് കൊടുത്തേ. ഈ ഒരു മിക്സ് ആക്കുന്ന ടൈമില്ലേ ഇപ്പം ഞാൻ ഗ്യാസ് ഫ്ലെയിം ഓൺ ആക്കിയിട്ട് കൊടുത്തില്ല, ഗ്യാസ് ഫ്ലെയിം ഓഫ് ആക്കി തൈതിക്കറ് ഇದ್ರ മിക്സ് ആക്കിയിട്ട് കൊടുത്തേ. അതിൽ പിന്നെ ഒരു തെല്ലുണ്ടല്ലേ ഞാൻ ಇದಕ್ಕೆ ഉപ്പിട്ടിട്ട് കൊടുത്തേ. ഉപ്പിട്ടിട്ട് കൊടുത്തത് നല്ല പോലെ ഒന്ന് ഫസ്റ്റിಗೆ ഞങ്ങൾ ഇങ്ങനെ മിക്സ് ആക്കിയിട്ട് കൊടുക്കും. അതിൽ പിന്നെ ഇതിക്കറ് ഇപ്പം ഞാൻ ഗ്യാസ് ഓൺ ആക്കിയിട്ട് കൊടുത്തേ. അപ്പോൾ ഇതിൻ്റെ ഞാൻ ഗ്യാസ് ഓൺ ആക്കുക യൂസ് ആക്കിയിട്ട് കൊടുത്തേ. ഇലക്ട്രിക് ഗ്യാസ് ലൈറ്റർ ആവാം. അപ്പോൾ ആർഗായെങ്കും ഇലക്ട്രിക് ഗ്യാസ് ലൈറ്റರು ಲಿಂಕ್ ಬೇರೆಂಟಾಯಂಗೆ ನಾನು ಟ್ಯಾಗ್ ಹಾಕಿಟ್ಟು ಅದ್ರ ಕೊಟ್ಟುತ್ತಿಕ್ರೆ ನಲ್ಲೊരു ಅಫೋರ್ಡೆಬಲ್ ಪ್ರೈಸ್ಗೆ ನಂಗೆ ಉಂಡಲ್ಲಿ ಚಾರ್ಜ್ ಬೆಚ್ಚಿತೈತಿಕ್ರೆ ಯೂಸ್ ಹಾಕ್ರಿ. ಒರ್ಕ ಚಾರ್ಜ್ ಬೆಚ್ಚಮೈ ഒരു തിങ്കളെന്തായെങ്കിലും ആരാംസെ നമുക്ക് യൂസ് ആക്കി തിൽക്കുക അങ്ങനെ. അപ്പോൾ എത്ര ചാർജ് ഉണ്ട് ചാർജ് ಇಲ್ಲ ಚೆಲ್ಲದು ಎಲ್ಲ ಮೊದಲು ನಂಗೆ ಕಾಟ್ರಿ. അങ്ങനെ നല്ല ഒരു യൂസ്ഫുൾ ആയിട്ടിക്കರೆ നക്കെന്തൊരു യൂസ്ഫുൾ ಅವರು ಆದರೆ ನಾನು ನಿങ്ങളുടെ ಶೇರ್ ಹಾಕಿರ್ತಾರೆ. ಆರ್ಗಾಯಿಂಗ್ ನಾನು ಯೂಸ್ ಹಾಕಿದಾಯ ഒരു പ്രോഡക്റ്റ് നിങ്ങൾക്ക് ಬೇರೆಂಟಾಯಂಗೆ ಡಿಸ್ಕ್ರಿಪ್ಷನ್ಲಿ ನಾನು ಟ್ಯಾಗ್ ಹಾಕಿಟ್ಟು ಕೊಡ್ತಿಕ್ರೆ നിങ്ങൾ അവിടെ പോയിട്ട് ബൈ ആക്കിയാണ്ടായെങ്കിൽ ഇತ್ತು. അപ്പോൾ നോക്കൂ ഗ്യാസ് ഫ്ലെയിം ഒന്ന് ഓൺ ആക്കിയിട്ട് കൊടുത്തിട്ടായി പിന്നെ പനീരൊന്ന് ഇട്ടിട്ട് കൊടുത്തു നല്ല പോലെ ഒന്ന് മിക്സ് ആക്കിയിട്ട് എടുത്തേ. നല്ലൊന്ന് മിക്സ് ആക്കിയിട്ട് എടുത്തിട്ടായി പിന്നെ ഉണ്ടല്ലേ ഇದ್ರ രണ്ട് സൈഡും ഞങ്ങൾ ഫ്രൈ ആക്കിയിട്ട് എടുക്കണവ. ഒരു സൈഡ് ഇങ്ങനെ തെല്ല് കളർ ചേഞ്ചസ് ആയിട്ട് വന്ന പലേമേ ഇന്നൊരു സൈഡിൽ കുക്ക് ആക്കിയിട്ട് എടുക്കണം. അപ്പോൾ ഈ ഒരു സ്പൈസി മിക്സിലും ആൻഡ് പിന്നെ ടർമറിക് ഇട്ടല്ലേ ഞങ്ങൾ ഇതുണ്ടല്ലേ ഇട്ടിട്ട് ഇങ്ങനെ ഫ്രൈ ആക്കിയിട്ട് എടുത്തിട്ടുണ്ടെങ്കിൽ നല്ല ടേസ്റ്റ് ഇടാവുക പനീർക്ക്. പിന്നെ നാലാവത്തിലുണ്ടല്ലേ നക്കാവട്ട് കിടാവ് കാവട്ട് ഹസ്ബൻഡ് കാവട്ട് പനീർ ചുമ ഇഷ്ടപ്പെട്ടാറ് അങ്ങനെ ആയിരുന്നു. പിന്നെ ഉണ്ടല്ലോ ഒന്നാമത്തെ റിച്ച് പ്രോട്ടീൻ അല്ലേ ഞങ്ങൾക്ക് പനീർ ഞങ്ങളുടെ ബോഡിക്ക്. അപ്പോൾ എന്തായെങ്കിലും നിങ്ങൾ സ്കൂൾ പോകേണ്ട മക്കളിൽ ഇന്തുണ്ടായെങ്കിൽ ബ്രേക്ക്ഫാസ്റ്റുക അല്ലാണ്ടെങ്കിൽ ലഞ്ച് ബോക്സുക എന്തായെങ്കിലും ആക്കിയിട്ട് കൊടുക്കും. നിങ്ങൾക്ക് സ്പെഷ്യലായിട്ട് മനസ്സായിട്ടുണ്ടായെങ്കിൽ ഡെഫിനെറ്റ്ലി ഒരു റെസിപ്പി ട്രൈ ആക്കുറാവാം. അപ്പോൾ ഇത് നോക്കൂ രണ്ട് സൈഡും ഉണ്ടല്ലേ തെല്ല് ഗോൾഡൻ കളർ ഇങ്ങനെ ബണ്ടെടുത്തോളൂ പനീർ ഫ്രൈ ആക്കിയിട്ട് എടുത്തിട്ടായെങ്കിൽ ആയിട്ട്. അപ്പോൾ പനീർ ഫ്രൈ ആയത് റെഡി ആയിട്ട് അത്രാകുമ്പോഴത്തേക്കില്ലേ ഇതിലൊന്നും ഞാൻ ഓയിലിൽ സെപ്പറേറ്റ് ആക്കിയിട്ട് എടുக்கிறேன். അപ്പോൾ ഈ ഒരു ഇറക്കുന്ന ടൈമില്ലേ ഗ്യാസ് ഫ്ലെയിം ഒന്നും ഹൈ ഫ്ലെയിമിൽ ഇട്ട് അങ്ങനെ ആയതുണ്ടല്ലേ ഞാൻ ഫസ്റ്റ് കിട്ട ആ പൊടിയില്ലേ തെല്ല് ഒരു സൈഡിൽ കറുപ്പടച്ചിട്ട് ബട്ട് സാരില്ല നിങ്ങൾക്ക് അത് നോ പ്രോബ്ലം. ಅದಕ್ಕೆ തെല്ല് ഓയിൽ ആഡ് ആക്കിയിട്ട് കൊടുത്തേ. അതിൽ പിന്നെ ಬೆಳ್ಳುಳ್ಳಿ ഗാർലിക് അത് വെച്ചാൽ ചെറിയ പീസാക്കിയിട്ട് കട്ടാക്കിയിട്ട് ഇട്ടോ ഒരു 2-3 എസൽ ಬೆಳ್ಳುಳ್ಳಿ ಮಾತ್ರ. അതിൽ പിന്നെ ഒരു 2 ಕಾಯಿಮೊಲವರು ഇങ്ങനെ ചെറിയ പീസാക്കിയിട്ട് കട്ടാക്കിയിട്ട് ಅದು നിങ്ങൾക്ക് ಸ್ಪೈಸಿ ಯಾರ ಬೇನಂಟಾಯಿಗೆ ಖಾರ ಯಾರ ಬೇನಂಟಾಯಿಗೆ ಕಾಯಿಮೊಲವರು ಕ್ವಾಂಟಿಟಿ ಯಾರು ಇಡ್ರು ಯಾರ ಬ್ಯಾಂಡ್ ಅಂಟಾಯಿಗೆ ಕೊರೊಡಿಟ್ ಅಂಟಾಯಿಗೆ ಆಯ್ತು. അതിൽ പിന്നെ ഒരു കൈപ്പിടി അത്ര ക്യാരറ്റ് ഇല്ലേ അതൊന്ന് ചർച്ചിട്ടിട്ട് ഇപ്പം നിങ്ങളെ മക്കല്ല സ്കൂൾ പോകുന്ന മക്കെല്ലാം ഇന്തുണ്ടായെങ്കിൽ ക്യാരറ്റ് ഇങ്ങനെ കൊത്തിങ് തിന്നില്ല ജ്യൂസ് കുടിക്കില്ല അങ്ങനെയല്ല ഇന്നാറുണ്ടായെങ്കിൽ ക്യാരറ്റ് പീസാക്കിയിട്ടിടണ്ട ഇങ്ങനെ ചർച്ചിട്ടിട്ടാകുമ്പോഴത്തേക്ക് എന്താർക്കും അത് നല്ല ഒന്നാമത് കുക്കായിട്ടിട്ട് അതൊക്കെ ക്യാരറ്റ് ഞങ്ങൾ ഇത്രമ ഇല്ലേ ചെന്നുണ്ടല്ലോ ഗൊന്തി ആവില്ല. അങ്ങനെ ആക്കിയിട്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ മക്ക വലിയങ്ങ എല്ലാവരും ഇഷ്ടപ്പെട്ട് തിന്നുറാവാം. ക്യാരറ്റ് തിന്നാൻ തങ്ങും ഈ ഒരു ബ്രേക്ക്ഫാസ്റ്റ് എന്തായെങ്കിലും തിന്നുവാറ് അത്ര നല്ല ടേസ്റ്റി ആവും. അപ്പോൾ നോക്കൂ നല്ല പോലെ ഒന്ന് മിക്സ് ആക്കിയിട്ട് കൊടുത്തേ. ഇതൊന്ന് മിക്സ് ആക്കിയിട്ട് കൊടുക്കുമ്പോഴത്തേക്കില്ലേ ಊಟ ನಾನು ಇದಕ್ಕೆ ನೆಕ್ಸ್ಟ್ ಕ್ಯಾಬೇಜ್ ಇಟ್ಟು ಕೊಡ್ತೆ. അപ്പോൾ ಫಸ್ಟಿಗೆ ನಾನು ತೆಲ್ಲಿ ಯಾರಮ್ಮೆ ಕ್ಯಾಬೇಜ್ ಇಟ್ಟೆ പിന്നെ ಇರೋದು ತೆಲ್ಲು ಕೊರಿಯರ್ದು ಸೈಡಿಗೆ ಬೆಚ್ಚೆ ಯಾರು ಚೊಮ್ಮೆ ಯಾರು ಹಾಕಿದ್ರೆ ಬ್ಯಾಂಡ್ ಹಚ್ಚೊಂತು അങ്ങനെ പിന്നെ ഉണ്ടല്ലേ അದ್ರ ಮೇಲ್ಗೆ ತೆಲ್ಲು ಟೇಸ್ಟಿಗೆ ಬೇನೆ ಹತ್ರ ಉಪ್ಪಿಟ್ಟಿಟ್ಟು ಕೊಡ್ತಿದ್ದು ಇದೊಂದು നല്ല പോലെ ഒന്ന് മിക്സ് ആക്കിയിട്ടെ ഇത്. അപ്പോൾ ഊടുണ്ടല്ലേ നാനിങ്ങ ക്യാബേജ് ഇട്ട് ഒരു സ്ട്രെയിനർ ഇല്ലേ അത് ട്രാൻസ്പെറൻറ്റ് സ്ട്രെയിനർ അത് നല്ല അഫോർഡബിൾ പ്രൈസ് ഓൺലൈനിൽ ഞങ്ങൾക്ക് കിട്ടും. അപ്പോൾ അതിൻ്റെ ലിങ്കും പേരുണ്ടായെങ്കിൽ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിരിക്കാവ നിങ്ങൾ അവിടെ പോയിട്ട് ചക്കാക്കിയിട്ട് നോക്കുറോ. പിന്നെ എന്താ വെച്ചാൽ നല്ല യൂസ്ഫുൾ ഉണ്ട്. ഞങ്ങൾക്കിപ്പോൾ അരിയെല്ലാം കലകിയിട്ട് തന്നി അരച്ചിട്ട് ബേക്കറെങ്കിൽ അല്ലെങ്കിൽ വെജിറ്റബിൾസ് എല്ലാം കലകിയിട്ട് തന്നി അരച്ചിട്ട് ബേക്കറെങ്കിൽ പിന്നെ നിങ്ങൾ ഏതും ചിക്കൻ ആവട്ടെ എല്ലാം അതിലേ വാഷാക്കിയിട്ട് അതിലേ സൈഡ് ഇങ്ങനെ ചർച്ചി വെച്ചിട്ടുണ്ടായെങ്കിൽ എല്ലാ സ്വരം ഉണ്ടല്ലേ ചുമ ഇട യൂസ് ആവില്ല അതൊന്നും ഇന്തുണ്ടായെങ്കിൽ ഞങ്ങൾ കിച്ചണിൽ ഞങ്ങളെ സ്വരം തെല്ല് ഈസി ആയിട്ട് കിട്ടും അങ്ങനെ. അപ്പോൾ അതൊരു
ലിങ്കും ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ഇടേ എന്തായാലും ചെക്ക് ആക്കും. അപ്പോൾ ഒന്ന് നല്ല പോലെ മിക്സ് ആക്കിയിട്ട് എടുത്തരാം. മിക്സ് ആക്കിയിട്ട് എടുത്തായ പിന്നെ ലിഡ് ഒന്ന് ക്ലോസ് ആക്കിയിട്ട് ഒരു 2 minutes ഇದ್ರ കുക്ക് ആക്കിയിട്ട് എടുത്താൻ ടൈം കഴിത്ത്. അപ്പോൾ ഞങ്ങൾക്ക് ക്യാബേജും ക്യാരറ്റ് ഞങ്ങൾക്ക് ಬೇಗമേ കുക്ക് ചെയ്ത് കിട്ടല്ലേ. ആ ഒരു ടൈമಲ್ಲಿ ಇದಕ್ಕೆ ನಾನು 1 tablespoon ಹತ್ರ ടൊമാറ്റോ കെച്ചപ്പ് ആഡ് ആക്കിയിട്ട് കൊടുത്തോളെ. ടൊമാറ്റോ കെച്ചപ്പ് ഓടും അല്ലെങ്കിൽ ടൊമാറ്റോ സോസ് ഓടും. അതിൽ പിന്നെ ഒരു 1/2 teaspoon ಹತ್ರ ನಾನು ಚಿಲ್ಲಿ ಸಾಸ್ ಇಟ್ಟರೆ. പിന്നെ ഓൾറെഡി ചില്ലി ഇട്ടത് കൊണ്ടിട്ട് ഒരു ഫ്ലേവർക്ക് മാത്രം ചില്ലി സോസ് ആഡ് ആക്കിയിട്ട് കൊടുത്തರೆ. അതിൽ പിന്നെ ഉണ്ടല്ലേ പെപ്പർ പൗഡറും ആഡ് ആക്കിയിട്ട് കൊടുത്തರೆ. നല്ലൊരു ഫ്ലേവറും മിക്കറ് നല്ലൊരു ടേസ്റ്റും മിക്കറ്. തെല്ല് സോയ സോസ് ആഡ് ആക്കിയാൽ ഒരു 1/2 teaspoon ಹತ್ರ സോയ സോസ് മയ്യವರು. ಆ್ಯಂಡ್ ಫೈನಲಿ ಇದಕ್ಕೆ ನಾನು ಉಂಡಲ್ಲಿ ತೆಲ್ಲು ಕೊತ್ತಂಬರಿ ಸೊಪ್ಪಿಟ್ಟಿಟ್ಟು നല്ല പോലെ ഒന്ന് മിക്സ് ആക്കിയിട്ട് എടുത്തോളെ. നല്ല പോലെ ഒന്ന് മിക്സ് ആക്കിയിട്ട് എടുത്തിട്ട് ഒരു 2 minutes ഇದ್ರೆ ನಂಗೆ ಕುಕ್ ಆಕಿಟ್ಟು എടുത്താൻ ടൈം കഴിത്ത്. പിന്നെ ഉണ്ടല്ലേ ഈ ഒരു ടൈമിലില്ലേ നിങ്ങൾക്ക് ಇದಕ್ಕೆ ಬೇರೆಂಟಾಯಂಗೆ ಚಿಕನ್ಡು ಫ್ರೈ ಹಾಕಿಟ್ಟ ಅಲ್ಲಂಟಾಯಂಗೆ ಚಿಕನ್ ತೆಲ್ಲು ಮഞ്ഞಳ പൊടിയും ഉപ്പിട്ടിട്ട് വേപ്പാട്ടിട്ട് അതിനോട് ജസ്റ്റ് ക്രഷ് ആക്കിയിട്ട് എടുത്തിട്ട് ಇದಕ್ಕೆ ഇട്ടಂಟಾಯಂಗೆ ഇത് നോർമലായിട്ട് ನಂಗೆ ഇപ്പോൾ കട്ട്ലേറ്റ് എല്ലാം ആക്കുമ്പോൾ ക്രഷ് ആക്കിയിട്ട് ഇടല്ലേ ചിക്കൻഡോ അല്ലಂಟಾಯಂಗೆ ഫ്രൈ ആക്കിയിട്ട് അങ്ങനെ ഇട്ടിട്ട് കൊടുക്കുക. അതല്ലാണ്ടായಂಗೆ നിങ്ങൾക്ക് സ്റ്റാർട്ടിങ്ങിൽ ನಾನು പനീർ ഫ്രൈ ആക്കിയിട്ട് എടുത്തല്ലേ അതേപോലെ ഉണ്ടല്ലേ ചിക്കൻ മസാല ഇട്ടത് അങ്ങനെ ഫ്രೈ ആക്കിയിട്ട് ഇട്ടിട്ട് കൊടുത്തത് സൈഡിൽ ಬೇಕಾ. ನೆಕ್ಸ್ಟ್ ನಂಗೆ ಅದರ ಫಿಲ್ಲಿಂಗ್ಸ್ ರೆಡಿ ಹಾಕೊಂಬೋದಕ್ಕೆ ಅದ್ರ ಇಟ್ಟಿಟ್ಟು ಕೊಡ್ತಂಟಾಯಂಗೆ അങ്ങനെ നല്ല ಟೇಸ್ಟ್ ಇದಕ್ಕಿಟ್ಟರೆ. പിന്നെ ഇവിടെ നിങ്ങൾക്ക് ಕ್ಯಾಬೇಜೇ ಇಡುಂಚಂತಿಲ್ಲ നിങ്ങൾക്ക് ಇಷ್ಟುള്ള വെജിറ്റബിൾസ് ഇട്ടിട്ട് കൊടുക്കുക. ಇವನ್ ಗ್ರೀನ್ ಪೀಸ್ ആവട്ടെ അല്ലಂಟಾಯಂಗೆ ക്യാപ്സിക്കം അല്ലಂಟಾയಂಗೆ കോളിഫ്ലവർ അങ്ങനത്തെ ഏതുണ്ടല്ലേ ഇട്ടിട്ട് കൊടുക്കുക. നിങ്ങളെ മക്ക ഏത് തിന്നര് അത് നിങ്ങൾ ആഡ് ആക്കിയിട്ട് കൊടുത്തಂಟಾಯಂಗೆ ಆಯ್ತು. ഏതുണ്ടല്ലേ നല്ല ഫുഡ് മക്ക ഇഷ്ടപ്പെടില്ല തിന്നിട്ടായെങ്കിൽ ഏതേ വെജിറ്റബിൾസ് അതിങ്ങനെ മിക്സ് ആക്കിയിട്ട് ഇട്ടിട്ട് കൊടുത്തಂಟಾಯಂಗೆ എന്തായെങ്കിലും തിന്നിറാറവ. അപ്പോൾ ഞങ്ങൾ മസാല റെഡി ചെയ്ത് ഗ്യാസ് ഫ്ലെയിം ഒന്ന് ഓഫ് ആക്കിയിട്ട് കൊടുത്തരാം. നെക്സ്റ്റ് ಇದಕ್ಕೆ ಬ್ಯಾಟರ್ ರೆಡಿ ಹಾಕುವ. ഒരു 2 ಕಪ್ ಹತ್ರ ನಾನು ಗೋಧಿರ ಪೊಡಿ ಚಪಾತಿ ಎಲ್ಲ ಹಾಕಲಿ ಅದ್ರ ഒരു പൊടി എടുത്തിട്ട് ടേസ്റ്റിಗೆ ಬೇನೆ ಹತ್ರ ಉಪ್ಪು ಇಟ್ಟಿട്ട് നല്ല പോലെ ഒന്നിങ്ങനെ മിക്സ് ആക്കിയിട്ട് കൊടുക്കണം. മിക്സ് ആക്കിയിട്ട് കൊടുത്തതായ പിന്നെ തണ്ണി ബീത്തിട്ട് ಇದ್ರ ನಂಗೆ ನಾರ್ಮಲಾയിട്ട് ಚಪಾತಿಗೆಲ್ಲ ಕೊಲ್ಚಿತೆಡ್ಕಲೆ അതേപോലെ ಕೊಲ್ಚಿತೆತ್ತಂಟಾಯಂಗೆ ಆಯ್ತು. ചുമ്മാ ലൂസ് കൺസിസ്റ്റൻസി ആക്കിയിട്ട് സോഫ്റ്റ് പോലെ ആക്കിയിട്ട് എടുക്കണ്ടാವ. പിന്നെ നിങ്ങൾ ഉണ്ടല്ലേ തെല്ല് ചപ്പാത്തി എപ്പം കൊൽക്കുമ്പോഴത്തേക്കും കൊറിയയിൽ എന്താ കളർ കൊടുത്തിട്ടാ നല്ല സോഫ്റ്റ് പോലെ ആക്കിയിട്ട് കൊലിച്ചെടുത്തിട്ട് ಅದಕ್ಕೆ ഓയിലെല്ലാം ബീറ്റിട്ട് തെല്ലിനേരം കൊലിച്ചിട്ടെല്ലാം വെച്ചിട്ട് അതിൽ പിന്നെ ചപ്പാത്തി എല്ലാം ആക്കിയിട്ട് എടുക്കാറല്ലേ. ಬಟ್ ಇದಕ್ಕೆ ಚಪಾತಿ ಹಾಕಿಟ್ಟು ಇಟ್ಕೊಯಿಲ್ಲ. ಬಟ್ ಅಂಗನ ಹಾಕ್ರಾನ ನಂಗೆ ಅಪ್ಪತಪ್ಪಮೇ ಉಂಡಲೆ ತೆಲ್ಲು ಗಟ್ಟಿ ಪಲ ಕೊಲಕೊಂಬತ್ತುಗು ಚಪಾತಿ ಎಪ್ಪಂ ಕೊಲ್ಕೊಂಬತ್ತು ತೆಲ್ಲು ಗಟ್ಟಿ ಪಲಮೇ ಕೊಲ್ಕಿತ್ತು ಅಪ್ಪತಪ್ಪಮೇ ಪರ್ತಿಟ್ಟು എടുത്തಂಟ ആയി ഉണ്ടല്ലേ. നല്ല ചപ്പാത്തി സോഫ്റ്റ് ആയിട്ട് കിട്ടറ്. ഞാനിപ്പം അതേ ട്രിക്സ് ആയിട്ട് യൂസ് ആക്കറി അങ്ങനെ. അപ്പോൾ ഉണ്ടല്ലേ ನಾನು നോർമലായിട്ട് ചപ്പാത്തി എല്ലാം ഞങ്ങൾ പരട്ടിയിട്ട് എടുക്കില്ലേ അതേപോലെ പരട്ടിയിട്ട് എടുത്തായിട്ട് തെല്ല് മാത്രം ചപ്പാത്തിനാണ് വലിയ സൈസിൽ ഞങ്ങൾ പരത്തിയിട്ട് എടുത്തಂಟ ഇത്. നെക്സ്റ്റ് സ്റ്റെപ്പ് ഉണ്ടല്ലേ ಇದಕ್ಕೆ ನಾನು ತೆಲ್ಲು ಮೊಸರೆಲ್ಲ ಚೀಸ್ ಇಟ್ಟೋಲ್ಲ. ಇದು ಆಪ್ಷನಲ್ ಅವ. ನನ್ನ ಆಲ್ರೆಡಿ ತೆಲ್ಲು ಮೊಸರೆಲ್ಲ ಚೀಸ್ ಇಂತು അതിപ്പോൾ എന്തായെങ്കിലും ಖಾಲಿ ಹಾಕಿಟ್ಟು എടുക്കണമല്ലേ ചെന്ത് മാത്രം ಇದಕ್ಕೆ ನಾನು ಚೀಸ್ ಆ್ಯಡ್ ಹಾಕಿಟ್ಟು ಕೊಡ್ತಾರೆ. പിന്നെ മക്കൾക്കെಲ್ಲ കൊടുക്കുമ്പോഴത്തേക്കും ಚೀಸ್ ഇട്ടുണ്ടായെങ്കിൽ നല്ലമേ അതിൽ ഒരു നല്ല റിച്ച് പ്രോട്ടീൻ അംശം ഞങ്ങൾക്ക് കിട്ടും. ഓക്കെ അപ്പോൾ ಇಂಟ್ಲಾಂಟಾയെങ്കിലും ಈ ರೆಸಿಪಿ ಹಾಕೊಂಡಿಕ್ಕಂಡ ಚೀಸ್ ಇಲ್ಲ ಚೆಂದು ಡೆಫಿನೆಟ್ಲಿ ಇದೊಂದು ಟ್ರೈ ಹಾಕಿಟ್ಟು ನೋಡ್ಕೊರವ. ನೆಕ್ಸ್ಟ್ ಪನ್ನೀರ್ ತೆಲ್ ಬೆಚ್ಚಿ ಕೊಡ್ತದ್ದು അതിൽ പിന്നെ ರೆಡಿ ಹಾಕಿಟ್ಟು ಬೆಚ್ಚ ಮಸಾಲೆ ಇಲ್ಲ ಅದ್ರ ಮೇಲೆ നല്ല ഇഷ്ടം പോലെ ഫില്ലിങ്സ് ഇങ്ങനെ വെച്ചിട്ട് കൊടുക്കും. വെച്ച് കൊടുത്തതായ പിന്നെ ഞാനിങ്ങനെ വീഡിയോയിൽ കാട്ടിയോളല്ലേ ജസ്റ്റ് അങ്ങനെ ഫോൾഡ് ആക്കിയിട്ട് കൊടുത്തായിട്ട് ಇದಕ್ಕೆ ഞങ്ങൾ ഓയിൽഡ് സ്പ്രെഡ് ആക്കറേ അല്ലെങ്കിൽ തന്നി ഇങ്ങനെ ടച്ച് ആക്കിയിട്ട് കൊടുക്കുക അങ്ങനെ എന്തെങ്കിലും ജസ്റ്റ് സൈഡിലൊന്നിങ്ങനെ പ്രസ് ആക്കിയിട്ട് കൊടുക്കുറോ അത് അവിടേക്ക് പത്തി പിടിക്കരുത്. തന്നിയുടെ ആവശ്യകത ഓയിലിൻ്റെ ആവശ്യകത എന്തും മിക്കല്ലവ. അപ്പോൾ ഇതൊന്ന് റെഡി ചെയ്താലേ നെക്സ്റ്റ് ഇതിൽ തെല് ഫ്രൈ ആക്കിയിട്ട് എടുക്കരുത്. അപ്പോൾ ഫ്രൈ ആക്കിയിട്ട് എടുക്കുമ്പോൾ ഇവിടെ ഉണ്ടല്ലേ ഇങ്ങനത്തെ ഒരു ಪ್ಯಾನ್ ಎತ್ತು ಕೊಡ್ತಾರೆ. അപ്പോൾ ഇതിൽ ഞങ്ങൾക്ക് ഇങ്ങനത്തെ ഒരു പാൻ ಇಂತಂಟಾയെങ്കിൽ ഞങ്ങൾക്ക് ಸ್ಯಾಂಡ್ವಿಚ್ ಹಾಕೋಗು ಅದಕ್ಕೆಲ್ಲ നല്ല ಈಸಿ ಅವರವ. അപ്പോൾ ഇവിടെ ഒന്ന് തെല്ല് ഫസ്റ്റ് കൊണ്ടല്ലേ ഇതിനൊന്ന് ഫോൾഡ് ആക്കുമ്പോൾ സൈഡ് കൊണ്ട് ടച്ച് ആയിട്ട് തെല്ല് കട്ട് ചെയ്ത് അപ്പോൾ നെക്സ്റ്റ് ഇപ്പോൾ സൈഡിൽ അതുണ്ടല്ലേ കറക്റ്റായിട്ട് ഇങ്ങനെ ഒരു തെല്ല് ഫ്രൈ ആയിട്ട് വരുമ്പോഴത്തേക്ക് അതിലിങ്ങനെ തിരിച്ച് മറിച്ചിട്ടിട്ട് തെല്ല് ഓയിൽ കൊണ്ട് പാനിൽ 1 tablespoon ಹತ್ರ ഓയിൽഡ് ಸ್ಪ್ರೆಡ್ ಹಾಕಿಟ್ಟು ಕೊಡ್ತಾರೆ. ಸ್ಪ್ರೆಡ್ ಹಾಕಿಟ್ಟು ಕೊಟ್ಟಿದ್ದು ಇದ್ರ നല്ല പോലെ ഒന്ന് തെല്ല് കളർ ചേഞ്ചസ് അവിടെ ಹತ್ರ ഉണ്ടല്ലേ ಫ್ರೈ ಹಾಕಿಟ್ಟು എടുത്തಂಟಾಯಂಗೆ ಆಯ್ತು. നല്ല അടിപൊളി ടേസ്റ്റി ആവുക. ബിയാരിക്കാത്തത്ര ടേസ്റ്റ് നല്ല ആയിട്ട് കിട്ടുക. 2 സൈഡും ഇದ್ರ ഇതാക്കിയിട്ട് കൊടുത്തೈತೆ. അപ്പോൾ ഇങ്ങനത്തെ ഒരു ഇതില്ലേ ಸ್ಯಾಂಡ್ವಿಚ್ ಮೇಕರ್ ಪಲ್ತೋ ಪಾಟಿಲ್ ನಿಂಗೆ ಆರ್ಗಾಯಿ ಬೇರೆಂಟಾಯಂಗೆ ಅದರ ಲಿಂಕುം ಡಿಸ್ಕ್ರಿಪ್ಷನ್ಲಿದ್ರೆ നിങ്ങൾ പോയിട്ട് ചക്കാക്കേണ്ടായെങ്കിൽ ആയിട്ട്. അപ്പം നോക്കൊരു നല്ല അടിപൊളി ആയിട്ടുള്ള ഉണ്ടല്ലേ ബ്രേക്ക്ഫാസ്റ്റ് ഞങ്ങൾക്ക് റെഡി ആയിട്ട് കിട്ടിയത്. ഡെഫിനെറ്റ്ലി നിങ്ങൾക്ക് ട്രൈ ആക്കിയിട്ട് നോക്കൊരു. പിന്നെ എൻ്റെ റെസിപ്പീസ് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ പ്ലീസ് എൻ്റെ വീഡിയോക്ക് ഒരു ലൈക്ക് ആക്കുറു. പിന്നെ നിങ്ങളുടെ അഭിപ്രായം നിങ്ങൾ എൻ്റെ റെസിപ്പീസ് ട്രൈ ആക്കിയാറുണ്ടെങ്കിൽ എന്തായെങ്കിലും ഡെഫിനെറ്റ്ലി ഒരു കമൻറ്റ് ആക്കിയിട്ട് ചെല്ലുറവ എങ്ങനെയായിരുന്നു ചെന്ന് അതിൽ പിന്നെ നിങ്ങളുടെ ഫാമിലി ഫ്രണ്ട്സിലോട്ടും ഷെയർ ആക്കിയിട്ട് കൊടുക്കുറു.